നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആൾക്കാരെ അറിയിക്കുന്ന ഒരു ശീലം നമ്മളിൽ പലർക്കും ഉണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും, നമ്മുടെ അടുത്തുള്ളവരായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും. ഇവരോടൊക്കെ നമ്മൾ നമ്മളിതാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഓക്കെ, അപ്പം ഇത് പറയും. ഇവർ നമുക്ക് നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പം നമ്മൾ ഇവരോട് ഇത് പറയുമ്പം ഇവർ നല്ല റെസ്പോൺസ് തരും നമുക്ക്. ഓക്കെ, നീ ഇത് ചെയ്യാൻ പോകണം, ഇത് നല്ല അതിനൊക്കെ ചേരുന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇത് നമുക്ക് അപ്പോഴേ കിട്ടും. അപ്പം നമ്മുടെ ബ്രെയിനിന് അറിയത്തില്ല നമ്മളിത് ചെയ്തോ ഇല്ലയോ ഒന്നും. ഈ സാധനം നമുക്ക് ഈ ഒരു എൻഡ് ഓഫ് നമ്മുടെ ബ്രെയിനിൽ റിലീസ് ആയിപ്പോയി. പിന്നെ നമുക്ക് അത് ഒറിജിനലായി ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ഓബ്വിയസ്ലി കുറയും. കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച് നിനക്കിത് കിട്ടി, കാരണം നീ ഹാപ്പിയായി. ഇത് കിട്ടുന്നതിൻ്റെ അതേ ഹാപ്പിനെസ് നിനക്ക് നീ ഓൾറെഡി അച്ചീവ് ചെയ്തു. പിന്നെ നിനക്കിത് കിട്ടത്തില്ല ഒരിക്കലും. ആ ഒരു മോട്ടിവേഷൻ നിനക്ക് കിട്ടില്ല. സോ നമ്മൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് ഈ ഒരു കാര്യമാണ്. ഇതിന് നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ നമ്മളൊരു ഐഡിയ ഉണ്ടാക്കണം. ഇതിന് ടാക്കിൾ ചെയ്യുന്നതാണ് അത്ര എളുപ്പമല്ല. കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഇവരൊരിക്കലും. നമുക്ക് ദോഷം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യരല്ല. അപ്പോൾ നമുക്ക് അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ടിരിക്കാനും ബുദ്ധിമുട്ടാണ്. ഷെയർ ചെയ്യുമ്പം അവർ കാരണമല്ല നമുക്ക് പ്രശ്നം ഉണ്ടാകും, നമ്മൾ മനസ്സിലാക്കണം. ഞാൻ സംസാരിക്കുന്ന ഇവിടെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് കിട്ടരുത് എന്നാഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ട്. അവരെ പറ്റി അല്ല ഇത്. നമുക്ക് വേണ്ടി ജെനുവിനായി നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇവരോട് നമ്മൾ പറയുമ്പോൾ നമുക്ക് കിട്ടി എന്നുള്ളൊരു സാധനമാണ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒബ്വിയസ്ലി പറയാണ്ടിരുന്നാൽ മതി. പക്ഷെ പറയാണ്ടിരിക്കുന്നത് പല സിറ്റുവേഷനിലും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് പോകും.